ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ക്രിറ്റിക് ഓഫ് കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസീസ് ആണ്. അപ്പോൾ ഇതിന് ഇൻട്രഡക്ഷൻ പോലെ പറയുകയാണെങ്കിൽ കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസീസ് എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ഫോറിൻ റൂളേഴ്സാണ്. അവർ കോളനൈസ് ചെയ്തിട്ടുള്ള അവരുടെ അണ്ടറിലുള്ള കൺട്രികളിലെ ആൾക്കാർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോറിൻ റൂളേഴ്സ് ഈ കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസീസ് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ മെയിൻ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നില്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം എല്ലാവരിൽ നിന്നും അവർ സെലക്ട് ചെയ്യുന്ന കുറച്ച് ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുത്തിട്ട് അവരെ മാത്രം ട്രെയിൻ ചെയ്തിട്ട് അവർക്ക് ആ ഒരു സ്മോൾ ഗ്രൂപ്പിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അവർക്ക് എന്താ പറയുക, ഈ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ ഈ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിന് അവരുടെ കമ്മ്യൂണിക്കേഷനെ സഹായിക്കാനും അവരുടെ എന്താ പറയുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെയുള്ള അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഉണ്ടാക്കാമെന്ന് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസീസിൽ വിമൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡിയാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസീസ് നമ്മുടെ ഇന്ത്യയുടെ ഹോൾ കൾച്ചറിനെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് ഈ സ്റ്റഡിയിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പം അതായത് ഇവിടെ ഒരു ഗ്രൂപ്പിന് മാത്രം, ഒരു ചെറിയ ഗ്രൂപ്പിന് മാത്രം എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടായിരിക്കും, ഒരു എന്താ പറയുന്നത് ട്രഡീഷണൽ ഡിഫറൻസ് അവിടെ ഉണ്ടായിരിക്കും. കാരണം എഡ്യൂക്കേറ്റഡ് പീപ്പിളിൻ്റെ ഒരു ചെറിയ ഗ്രൂപ്പും ഒരു ലാർജ് ഗ്രൂപ്പ് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ട് സ്റ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ എന്തുണ്ടായിരിക്കും, ഒരു ട്രഡീഷണൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതാണ് മെയിനായിട്ട് ഈ സ്റ്റഡിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അടുത്തത് ഈ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഈ സ്റ്റഡിയിൽ പറയുന്നത് ഡിഫറെൻറ്റ് കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസീസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഇത് കൊണ്ടുവരാനുള്ള അവരുടെ പർപ്പസ്, പിന്നെ എങ്ങനെയാണ് ഈ കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസീസ് നമ്മുടെ ഇന്ത്യയുടെ ലോക്കൽ കൾച്ചറിനെയും അതുപോലെ തന്നെ ലാംഗ്വേജിനെയും ട്രഡീഷനെയും എങ്ങനെയാണ് ഈ കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസി എഫക്റ്റ് ചെയ്തെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ സ്റ്റഡി നടത്തുന്നത്. പിന്നെ എന്താണ് ഇതിൽ നിന്നുണ്ടായ ഗുണങ്ങളെന്നും കൂടെ നമ്മളിതിനകത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസീസ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രിട്ടീഷ് അല്ലെങ്കിൽ കോളനൈസ്ഡ് പവേഴ്സ് അവരുടെ കോളനീസിൽ, മെയിൻലി നമ്മൾ ഇന്ത്യയുടെ കേസ് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് റൂളേഴ്സ് അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനും അതുപോലെ തന്നെ അവർക്ക് ബാക്കി ഇന്ത്യയുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ പോപ്പുലേഷനുമായിട്ട് കണക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള മീഡിയേറ്റേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പോളിസീസ് കൊണ്ടുവന്നതാണ്. ബൈ ഗിവിങ് എഡ്യൂക്കേഷൻ ടു എ സ്മോൾ ഗ്രൂപ്പ്. അതിനെയാണ് കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസീസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ബ്രിട്ടീഷുകാർക്ക് ഒരു ഇൻട്രസ്റ്റും നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ കൊണ്ടുവരാനോ അല്ലെങ്കിൽ കോളനീസിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനോ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് പിന്നീട് അവരുടെ കമ്പനി എസ്റ്റാബ്ലിഷ്മെൻറ്റിനും അവരുടെ മീഡിയേറ്റേഴ്സായിട്ട് കുറച്ച് ആൾക്കാർ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ അവരുടെ ലാംഗ്വേജ് അറിയുന്ന, അതായത് ബ്രിട്ടീഷ് റൂളേഴ്സിൻ്റെ എന്താ പറയുന്നത് കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് അവർക്ക് ആവശ്യമായിട്ട് വന്നു. അപ്പോഴാണ് അവർ കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസീസ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ ഭാഗമായിട്ട് അവർ കൽക്കട്ട, മദ്രാസ്, ബനാറസ് പോലെയുള്ള സ്ഥലങ്ങളിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അത് നമുക്ക് കിട്ടിയൊരു വലിയ ഈ ഒരു കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസിയുടെ ഒരു ഗുണമാണ്. അവർ ഒരുപാട് എന്താ പറയുക എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ അവരുടെ കൺസേൺ എന്ന് പറയുന്നത് സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണെങ്കിലും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മെയിൻ എയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൾച്ചറിലുള്ള കുറച്ച് ഇന്ത്യൻ പീപ്പിൾസിനെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഇനി കുറച്ച് ആക്റ്റുകളാണ്. അപ്പോൾ ഫസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് ചാർട്ടർ ആക്റ്റാണ്. അപ്പോൾ ആദ്യം ഇതിന് മുന്നേ ഒരുപാട് ചാർട്ടർ ആക്റ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സിലബസിൽ പറയുന്നത് 1813 ചാർട്ടർ ആക്റ്റാണ്. അപ്പോൾ ഈ കൊളോണിയൽ ആക്ടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചാൾസ് ഗ്രാൻഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ആൾ വന്നിട്ട് ഒരു സർവേ നടത്തുകയും അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സിൽ ഒരു ആക്ട് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത്. അതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1813 എന്ന് പറയുന്നത്. ചാൾസ് ഗ്രാൻഡിനെയാണ് നമ്മൾ മോഡേൺ എഡ്യൂക്കേഷൻ, ഇന്ത്യയുടെ മോഡേൺ എഡ്യൂക്കേഷൻ്റെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്ന ആളാണ് ചാൾസ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊളോണിയൽ ആക്ടിൻ്റെ ഭാഗമായിട്ടുള്ള ചാർട്ടർ ആക്ടിൽ 1813 അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഈ ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു നമ്മൾ ഇന്ത്യയിലെ പീപ്പിൾസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള
ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ആ ഒരു അധികാരം ഇംഗ്ലീഷ് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഗവൺമെൻറ് ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് ഗവൺമെൻറ് 1 lakh rupees ആനുവലി, വർഷത്തിൽ 1 ലക്ഷം രൂപ അവർ മാറ്റിവെക്കാനായിട്ട് എടുത്തതും ഈ ചാർട്ടർ ആക്ട് പ്രകാരമാണ്. അടുത്തത് വന്നൊരു ആക്റ്റാണ് വുഡ്സ് ഡിസ്പാച്ച്. വുഡ്സ് ഡിസ്പാച്ചിനെ നമ്മൾ മാംഗ കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നും കൂടെ വിളിക്കും. അപ്പോൾ ഈ വുഡ്സ് ഡിസ്പാച്ചിലാണ് നമുക്ക് ഒരുപാട് ഗുണമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ വുഡ്സ് ഡിസ്പാച്ചിൽ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മുടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കൊളോണിയൽ എഡ്യൂക്കേഷൻ പോളിസികളുടെ ഭാഗമായിട്ട് ഇന്ത്യയുടെ കൾച്ചറും അല്ലെങ്കിൽ ഇന്ത്യയുടെ ലാംഗ്വേജും ഇന്ത്യയുടെ ട്രഡീഷനൊന്നും അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ പോളിസീൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്തിരുന്നില്ല. വുഡ്സ് ഡിസ്പാച്ച് വന്നപ്പോഴാണ് ഈ ഒരു കൺസിഡറേഷൻ വരുന്നത്. അപ്പോൾ വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷണൽ പോളിസീസ് അല്ലെങ്കിൽ കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസീൻ്റെ ഉള്ളിൽ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ്, ലോക്കൽ ട്രഡീഷൻ അല്ലെങ്കിൽ ലോക്കൽ കൾച്ചറിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് മുന്നോട്ട് വരുന്ന ഒരു സമയമാണ് ഈ വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് യൂണിവേഴ്സിറ്റീസൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മേജർ ഒരു ഏറ്റവും നമുക്ക് ഇന്ത്യനെ സംബന്ധിച്ച് വുഡ്സ് ഡിസ്പാച്ച് വന്ന കാരണം ഒരുപാട് ഗുണങ്ങളാണ് ദോഷങ്ങളെക്കാൾ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. മുന്നേ വന്നിട്ടുള്ള ഒരുപാട് പോളിസീസിൻ്റെ ഇപ്പോൾ മക്കാളി മിനിറ്റ്സ് പോലെയുള്ള ഒരുപാട് പോളിസീസ് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ആ പോളിസീസിൻ്റെ ഒക്കെ ഡ്രോബാക്സ് നമുക്ക് പരിഹരിക്കുന്നത് ഈ ഒരു വുഡ്സ് ഡിസ്പാച്ചിലൂടെയാണ്. അതുപോലെ തന്നെ ഈ വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഭാഗമായിട്ട് കൽക്കട്ട, ബോംബെ, മദ്രാസിലൊക്കെ ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ മോഡലിലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടന്നിട്ടുണ്ട്. നമ്മൾ ക്രിട്ടിക് ഓഫ് കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസീസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസീസിൻ്റെ ഡ്രോബാക്സ് ആണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസീസ് മുന്നേ വന്നത് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ എഡ്യൂക്കേഷനും കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഇന്ത്യൻ കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചെയർമാനായിട്ട് വില്യം ഹണ്ടറിനെയാണ് അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യം ഒരു ഇന്ത്യൻ കമ്മീഷനാണ് അവിടെ ഫോം ചെയ്യുന്നത്. പിന്നെ ഇവിടെ പ്രൈമറി എഡ്യൂക്കേഷൻസ് എന്നൊക്കെ പറയുന്നത് ലോക്കൽ ബോർഡ്സിനാണ്, അവർക്കാണ് അധികാരം ഉണ്ടായിരുന്നത്. ഹയർ എഡ്യൂക്കേഷൻ മാത്രമാണ് മെയിനായിട്ടും ബ്രിട്ടീഷ് കൊളോണിയൽ പോളിസീസിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രൈമറി എഡ്യൂക്കേഷൻസൊക്കെ ലോക്കൽ ബോർഡ്സിനാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രോഗ്രഷൻ അത്ര സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല. അതായത് അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ ഈ പ്രൈമറി എഡ്യൂക്കേഷൻ്റെ സെക്ടർ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മെയിനായിട്ട് കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അത് തന്നെ വലിയൊരു ഡ്രോബാക്കാണ്. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു നാഷണൽ സിസ്റ്റത്തിനെ അത് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു, നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷന്. അതായത് അവിടെ ഒരു കൾച്ചറൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഡിഫറൻസ് ഇന്ത്യയുടെ പീപ്പിളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുകയാണ്. അതായത് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് നോൺ എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഒരു ഡിസ്ക്രിമിനേഷൻ പുതിയതായിട്ട് കൊണ്ടുവരാനാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു ബ്രിട്ടീഷ് പവറിൻ്റെ ഇമ്പീരിയലിസ്റ്റിക് നേച്ചർ കാരണം ഇവിടെ കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസീസ് മിക്കതും ഫെയിൽ ആവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ രണ്ട് കൾച്ചേഴ്സിനെയും, അതായത് നമ്മുടെ ബ്രിട്ടീഷ് കൾച്ചറിനെയും ഇന്ത്യൻ കൾച്ചറിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് അവരുടെ കൾച്ചർ നമ്മുടെ ലോക്കൽ കൾച്ചറിനെ, അതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ ട്രഡീഷനെ അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യയുടെ തനതായിട്ടുള്ള സംസ്കാരത്തിനൊക്കെ ഒഴിവാക്കിയിട്ട് അവരുടെ ബ്രിട്ടീഷ് കൾച്ചർ കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. അല്ലാതെ രണ്ട് കൾച്ചറിൻ്റെയും കൂടെ ഒരു മിക്സ് അല്ലെങ്കിൽ ഇന്ത്യയുടെ കൾച്ചറിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഈ കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസീസിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അത്രയാണ് ഇതിൻ്റെ മെയിൻ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ഇനി കൺക്ലൂഷൻ പോലെ പറയാനാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസീസ് ഇന്ത്യയിൽ അച്ചീവ് ചെയ്തത് നമ്മുടെ ഇന്ത്യൻ പീപ്പിളിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയായിരുന്നില്ല. അത് മെയിനായിട്ടും കോളനൈസേഴ്സിൻ്റെ ഗോളിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് ആണ് ഈ ബ്രിട്ടീഷ് കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസീസ് ഇന്ത്യയിൽ മെയിനായിട്ട് കൊണ്ടുവരുന്നത്. അതിൽ നിന്നും നമ്മുടെ
സാധാരണ ആൾക്കാർക്ക്, ഇന്ത്യയിലെ സാധാ ജനങ്ങൾക്ക് വലിയ ഉപകാരങ്ങളൊന്നും മെയിനായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുറച്ചൊരു ആൾക്കാരെ മാത്രമാണ്. അതായത് കുറച്ച് പേർക്ക് എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ ഒരു മീഡിയേറ്റർ ആക്കാനും അതുപോലെ തന്നെ അവരുടെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനെ സഹായിക്കാനും എന്നുള്ള നിലക്ക് കുറച്ച് ഇന്ത്യയിലെ ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ പോളിസി ആയിരുന്നു കൊളോണിയൽ എഡ്യൂക്കേഷണൽ പോളിസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് നമ്മുടെ ലോക്കൽ കൾച്ചർ, ലോക്കൽ ലാംഗ്വേജ്, ലോക്കൽ ട്രഡീഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഈ ഒരു വിഭാഗത്തിന് മാത്രം ജോലി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് അടുത്ത വിഭാഗത്തിന് കൊടുക്കാതിരിക്കുമ്പോൾ അവിടെ ഒരു ട്രഡീഷണൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷൻ വരികയാണ് ചെയ്തത്. അതുപോലെ തന്നെ വുമൻ്റെ കേസിലാണെങ്കിൽ ഈ ഒരു ബ്രിട്ടീഷ് എഡ്യൂക്കേഷണൽ കൊളോണി പോളിസീൻ്റെ ഭാഗമായിട്ട് വുമൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്രിട്ടിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിലെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. So first question, what was the primary goal of the colonial educational system as stated in the documents? Options തന്നിട്ടുണ്ട്. To promote Indian culture and history, to achieve widespread literacy across India, to train a small group of people to help run the colony, to develop practical and vocational skills. അപ്പോൾ ആൻസർ വരുന്നത് to train a small group of people to help run the colony. Next question, which key groups' education was specially noted as being neglected under the colonial educational policies? Options: farmers, women, merchants, priests. Answer വരുന്നത് women. Next question, the Charter Act of 1813 is notable for setting aside what annual amount for the promotion of education in India? Options: 10,000, 50,000, 1 lakh, 10 lakh. Answer: 1 lakh. Next question, which educational document is also known as Magna Carta of English Education in India and provided for the establishment of universities in Calcutta, Bombay and Madras? Options: Charter Act 1813, Wood's Dispatch 1854, Indian Education Commission 1882 to 83, Macaulay Minutes 1835. Answer: Wood's Dispatch 1854. Next question, the critique notes that the main intentions of English education as stated by Macaulay was to create a class of options: financial managers for trading companies, Christian missionaries for religious conversion, interpreters who would work as mediators between British and rulers of India, Indian scholars who would synthesize Western and Eastern culture. Answer: interpreters who would work as mediators between British and rulers of India. Next question, according to the critic, what was the main reason the colonial educational policy failed to create a national system of education in India? Options: lack of adequate funding, widespread Indian resistance to Western education, the imperialistic nature of British power, the policies focus only on vocational training. Answer: the imperialistic nature of British power. Thank you.